നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല യുവതീ പ്രവേശനം കേസിലെ NSS വാദത്തെ എതിർത്ത് ദേവസ്വം ബോർഡ്. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരത്ത് വീട്ടിൽ തീ പിടിച്ച് അപകടം. പെരുവണ്ണാമൂഴിയിൽ ശരീരത്തിൽ ഇരുമ്പ് തൂൺ തുളഞ്ഞു കയറി കാട്ടാന ചെരിഞ്ഞു. കാണാതായ കാണിപ്പൊന്ന് കണ്ടെത്തി. ശബരിമല യുവതീ പ്രവേശനം കേസിലെ NSS വാദത്തെ എതിർത്ത് ദേവസ്വം ബോർഡ്. ജാതി, വർഗം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് ശരിയല്ലെന്ന് ബോർഡ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതാത് വിഭാഗത്തിന് തീരുമാനിക്കാമെന്ന NSSന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്നും ബോർഡ് പറഞ്ഞു. കേസിൽ ദേവസ്വം ബോർഡിനായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികളിൽ ഇന്ന് വീണ്ടും വാദം പുനരാരംഭിച്ചു. സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് ആണ് വാദം കേൾക്കുക. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സാമ്രാട്ട് ചൗധരിയോടൊപ്പം വിജയ് ചൗധരിയും വിജേന്ദ്ര യാദവും ഉപമുഖ്യമന്ത്രിമാരായി സ്ഥാനമേറ്റു. BJP നേതാക്കളും സഖ്യകക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് BJPക്ക് ബീഹാറിൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നത്. അതേസമയം ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ മൂലമാണ് ചടങ്ങിൽ മോദി പങ്കെടുക്കാതിരുന്നത്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ ക്യാബിനറ്റിന്റെ ഭാഗമായില്ല. തിരുവനന്തപുരത്ത് വീട്ടിൽ തീപിടിച്ച് അപകടം. ഇന്ന് പുലർച്ചെ കുടപ്പനക്കുന്ന് തുമ്പിക്കോണം ലെയിനിൽ താമസിക്കുന്ന ഗീതയുടെ വീട്ടിലാണ് സംഭവം. വിഷുക്കണി വെച്ചതിൽ നിന്നും തീ പടർന്നായിരുന്നു അപകടമുണ്ടായത്. തീപിടുത്തത്തിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. പുക ശ്വസിച്ച് ശ്വാസതടസ്സം, ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടായതോടെ വീട്ടുകാരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ കണി കാണാൻ എഴുന്നേറ്റ കുടുംബം നിലവിളക്കുകൾ കൊളുത്തിയിരുന്നു. കണി കണ്ട ശേഷം വീട്ടുകാർ വീണ്ടും കിടന്നുറങ്ങി. പിന്നാലെയാണ് ഈ വിളക്കിൽ നിന്ന് തീ പടർന്നു പിടിച്ചത്. അപകടത്തിൽ വീടിന്റെ ഹാളും ഉപകരണങ്ങളും കത്തിനശിച്ചു. വീട്ടുകാരുടെ കരച്ചിലും ബഹളവും കേട്ടാണ് നാട്ടുകാർ എത്തുന്നത്. ഇവർ ജനാല വഴി വെള്ളം കോരിയൊഴിച്ച് തീ അണക്കുകയും ചെയ്തു. പിന്നാലെ വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേന എത്തുകയും തീ പൂർണ്ണമായും അണക്കുകയും ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ട് നേരിട്ട കുടുംബാംഗങ്ങളെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു. പെരുവണ്ണാമൂഴിയിൽ ശരീരത്തിൽ ഇരുമ്പ് തൂൺ തുളഞ്ഞു കയറി കാട്ടാന ചെരിഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടെയായിരുന്നു സംഭവം. പയ്യാനിക്കോട്ടയിലാണ് കാട്ടാനകൾ കൂട്ടമായി എത്തിയത്. ഇവയെ തുരത്തുന്നതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും പടക്കം പൊട്ടിക്കുകയുമായിരുന്നു. ഇതിനിടെ ഒരു പിടിയാന അക്രമാസക്തയാകുകയും ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞടുക്കുകയും ചെയ്തു. അടുത്തു കണ്ട ഒരു വീട്ടിൽ കയറിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. കാണാതായ കാണിപ്പൊന്ന് കണ്ടെത്തി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനിടെ തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്ന് കാണാതായത് ആശങ്ക പടർത്തി. CCTV ദൃശ്യം വിശദമായി പരിശോധിച്ച് പന്തളം പോലീസ് കാണിപ്പൊന്ന് കണ്ടെത്തി. വിഷുക്കൈനീട്ടം എന്ന് കരുതി ഭക്തൻ കാണിപ്പൊന്ന് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് ക്ഷേത്രത്തിൽ നിന്നും കാണിപ്പൊന്ന് കാണാതായത്. ക്ഷേത്രം അധികൃതർ ഉടൻ പന്തളം പോലീസിനെ വിവരം അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഒരാൾ കാണിപ്പൊന്ന് പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകുന്നതായി കണ്ടെത്തുകയായിരുന്നു. അന്വേഷണത്തിൽ ഇയാൾ ചെങ്ങന്നൂർ മുളക്കുഴ സ്വദേശിയാണെന്ന് കണ്ടെത്തി.